ഹലോ, വെൽക്കം ടു ലൈവ് അഗൈൻ വില്ല. നമ്മുടെ മുംബൈയിലെ ദിവസത്തിന്റെ ഡേ 2 ആണ്. നമ്മൾ പോകാൻ പോവാണ് മാർക്കറ്റിലേക്ക്. ഈ മാർക്കറ്റിൽ ഏത് മാർക്കറ്റിലോട്ടാണ് പോണേന്നൊന്നും ചോദിച്ചേക്കരുത്. ഇത് ചേച്ചിയുടെയൊക്കെ ബാൽക്കണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോകാൻ പോവാണ്. മാർക്കറ്റിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്, നമുക്ക് വഴിയെ നമ്മുടെ ചേച്ചി പറഞ്ഞു തരും, രേഷ്മ ചേച്ചി പറഞ്ഞു തരും. പിന്നെ ശിവാനി ഉണ്ട്, ഡോപ്പി ഉണ്ട്, നമ്മളല്ലേ ഉള്ളത്. അണ്ടാ പോയി ഓടിക്കളയാണ് നമുക്ക്. എന്നെ കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി വേണ്ട പോയിക്കളെ. അപ്പോൾ ഇന്ന് പോയിട്ട് ഇന്നലെ പോയ മാർക്കറ്റ് അല്ലേ, ഇന്നത്തത് ഭയങ്കര സൂപ്പർ മാർക്കറ്റാന്ന് പറഞ്ഞു. പോയി കണ്ടു നോക്കാം നമുക്ക്. കുറേ സാധനങ്ങളൊക്കെ വിലക്കുറവിലൊക്കെ കിട്ടുമെന്ന്. ഡോപ്പി കാർഡൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. എടുത്തിട്ടുണ്ട്. ഡോപ്പി ഇവിടെ ഇരുന്ന് ലിസ്റ്റ് ഇടാൻ പോകുന്നു. ഇന്ന 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 ഞാൻ ഒന്നും വേണ്ട, ഒന്നും പറയണ്ട, അവിടെ ചെന്നിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ട്രെയിനൊക്കെ പോണേ, ഇതേ കയറിയുള്ളൂ. വേണ്ട. പിന്നെ CST മുംബൈ CST. ബാക്കി നമ്മുടെ ശിവാനിയും ദിവിനേഷും പുറകില് വേറൊരു ഓട്ടോയില്. അപ്പൊ നമുക്ക് 26 രൂപ കൊടുത്താൽ മതി അല്ലേ? അല്ലല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് 15 രൂപ. റിട്ടേൺ ക്യാൻറ്റീൻ ആട്ടോ നമ്മുടെ ഡോംബിവലി റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കാം. നമ്മളിങ്ങനെ ബസ്സിനൊക്കെ എല്ലായിടത്തും പോകുന്ന പോലെ ഇവിടെ എല്ലാവരും മറ്റേ ട്രെയിനിനാണ് എല്ലായിടത്തോടും പോകുന്നതല്ലോ. അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ അതിന്റെ വാതിക്കലുള്ള കോട്ടൺ ക്യാൻറ്റീൻ ആണ് കേട്ടോ. ഇവിടെ ഒരു മാസത്തേക്കുള്ള പാസ്സാണ് ഇവരെല്ലാം എടുക്കണേ. ഇപ്പം നമ്മളുള്ളത് കൊണ്ട് ടിക്കറ്റ് എടുക്കണമല്ലോ വേറെ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. ഇന്നത്തെ ഷോപ്പിംഗ് ബോച്ചയുടെ ഒപ്പം. മുംബൈയിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ. ഇവിടുത്തെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ വന്നും പോയി ഒഴുകി ഇങ്ങനെ വരുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ട്രെയിൻ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. കൂടുതൽ പേരും ആശ്രയിക്കുന്ന ഇവിടെ ട്രെയിനിനെയാണല്ലോ. റേറ്റ് കുറവാണ്. മാസത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്താൽ അതും അവർക്ക് ലാഭമാണ്. നിസ്സാര രൂപയേ ഉള്ളൂ ഇവിടെ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ കയറി, നമ്മളുടെ ട്രെയിൻ വന്നപ്പോൾ കയറിയിട്ടാണ് ഈ ഛത്രപതി ശിവജി ടെർമിനസിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ പല സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. ഞാൻ മൈക്ക് ഓണാവാത്തത് കൊണ്ട് അവിടെ വെച്ച് പറഞ്ഞ ഒന്നും റെക്കോർഡായില്ല. ഈ ട്രെയിനിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ആളുകളൊക്കെ കുറേ അങ്ങ് നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഞാനും ഡോപ്പിയും കൂടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഫോട്ടോ ഇട്ടിട്ടായിരുന്നില്ല. ട്രെയിനിൽ നിന്ന് നേരത്തെ പറഞ്ഞ എന്തായിരുന്നു അറിയാമോ? ഇതാണ് നമ്മുടെ ചന്ദ്രലേഖയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലം. അതിനകത്ത് എന്ത് തിരക്കാ കാണിക്കുന്നേ അല്ലേ? അത് വൈകുന്നേരത്തെ തിരക്കാ കാണിക്കുന്ന കേട്ടോ. ഇപ്പം ഭയങ്കര തിരക്കായിരിക്കും അല്ലേ സന്ധ്യക്ക്? ഇപ്പൊ അത്ര തിരക്കായില്ല. അപ്പൊ അവിടെ എത്തി. ഇവിടെ വരണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അവിടെ എത്തി. ഇഷ്ടംപോലെ ട്രെയിൻ അല്ലേ? എല്ലാ പ്ലാറ്റ്ഫോമിലും നിറയെ ട്രെയിൻ കിടക്കുക. ആണോ? അങ്ങോട്ട് തിരിച്ചു പോനി? ഓ, ഇവിടെ കൈ പിടിച്ച് നിൽക്കട്ടെ, ഒരു ഫോട്ടോ എടുത്തോ. കൈ പിടിക്കാൻ എത്തത്തില്ലല്ലേ? ഇല്ല. ഓ, ചന്ദ്രലേഖയിലെ ക്ലോക്ക് കാണിക്കും. ചന്ദ്രലേഖയിലെ ക്ലോക്ക് കണ്ടാ? ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർത്ത്. എഗ്മോർ പോലെ തന്നെ അല്ലേ? ഇതിപ്പോൾ തിരക്കിൻ്റെ സമയമല്ലാത്ത ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. ശരിക്കും ഇവിടെ നമ്മൾ ആളുകൾ ഓഫീസിൽ പോകുന്ന ഒരു സമയത്തൊക്കെയാണ് രാവിലെയും വൈകുന്നേരമൊക്കെ വരുന്നതെങ്കിൽ നമുക്ക് നടക്കാനേ പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. പിന്നെ നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ടാക്സിയുടെ കളർ ഇതൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിൽ വരിക. എനിക്ക് 2 കൺട്രീസും അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും ഭയങ്കര 2 കൺട്രീസ് അല്ല കേട്ടോ, മൈ ബോസിലല്ലേ കാണിക്കുന്നത്. പിന്നെ ഒരുപാട് സിനിമകൾ, ലാലേട്ടൻ്റെയൊക്കെ പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ടാക്സി. പിന്നെ ഈ ഛത്രപതി ശിവജി ടെർമിനസിൻ്റെ ഈ ഒരു ഫേസ്, ഇതൊക്കെ ഞാൻ പണ്ട് പോസ്റ്റ് കാർഡിൽ കണ്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു സന്തോഷം, നമ്മുടെ ഡ്രീമൊക്കെ ഇങ്ങനെ സാധ്യമാകുന്ന പോലെ അങ്ങനെ ഒരു ഫീലായിരുന്നു എനിക്ക്. എന്ത് രസമാണ് കാണാനായിട്ട്. നമ്മൾ ശരിക്കും ഓർക്കുമോ മുംബൈ വന്ന് എന്ത് കാണാനാണെന്നൊക്കെ? ഞാൻ ചിലരോട് ചോദിച്ചപ്പോൾ മുംബൈയിൽ കാണാനുണ്ടോ, നമുക്ക് ആഗ്ര മണാലി അവിടെയൊക്കെയല്ലേ പോകേണ്ടതെന്ന്. പക്ഷെ ഇവിടെ വന്ന് നമ്മളൊന്ന് കാണുമ്പോഴാണ് ആ ഒരു ഫീൽ കേട്ടോ. യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്കായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നുക. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനെ എനിക്ക് കണ്ടപ്പോൾ നമ്മുടെ വിദേശത്തൊക്കെ ഉള്ള പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ എവിടെയൊക്കെയോ പോയി നമ്മൾ കാണുന്നത്, നമ്മൾ ഇതിലൊക്കെ കാണുമല്ലോ വീഡിയോയിലൊക്കെ, അവിടെയൊക്കെ പോയി എത്തിപ്പെട്ട പോലെ തോന്നി. ആ ഒരു ഏരിയ അവിടെ അങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ എപ്പോഴും മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കൊലാബയിലേക്കാണ് പോകുന്നത്, കൊലാബ മാർക്കറ്റിൽ. അപ്പോൾ ചേച്ചി പറയായിരുന്നു ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഈ സ്റ്റേഷൻ്റെയൊക്കെ അരികിൽ തന്നെ തുടങ്ങുവാണ് കച്ചവടവും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് സൈഡിലേക്ക് മാറി നിന്നു കേട്ടോ. അപ്പോൾ അവിടെ കൂടുതലായിട്ട് ഈ കരിമ്പിൻ ജ്യൂസ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ പോയി കരിമ്പിൻ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഡിവിനാഷും
ശിവാനിയും കൂടെ കരിമീൻ ജ്യൂസ് കുടിക്കാൻ പോയി. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ സൈഡിൽ മാറി നിന്നു കേട്ടോ. അത് മാത്രമല്ല സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളല്ലേ, അത് വിൽക്കുന്ന മാർക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ പോയി നിന്നപ്പോൾ ചേച്ചി പറഞ്ഞു തരുമായിരുന്നു അത്. പക്ഷെ നമ്മൾ പോയി അത് വാങ്ങാൻ നിൽക്കുമ്പോൾ അവർ നമ്മളെയും കൂടെ പറ്റിക്കും. അടിച്ചു മാറ്റി കൊണ്ടുവന്ന സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനത്തെ മാർക്കറ്റ്സും പല ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ എല്ലായിടത്തോട്ടൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ടാക്സി കാണാൻ തന്നെ രസമാണ്. പിന്നെ ഇതിനകത്ത് മീറ്റർ വെച്ചിട്ട് നമ്മൾ ഓട്ടോയിൽ ഓടുന്ന പോലെ മീറ്റർ വെച്ചിട്ടാണ് അവർ പോകുന്നത്. തിരിച്ചു വന്നപ്പോൾ നമ്മളോട് അങ്ങനെ മീറ്റർ ചാർജ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടോ. ചെറിയ വണ്ടികളുണ്ട്, വലുതുണ്ട്. നമുക്കൊരു 5-6 പേര് അല്ലെ 7 പേർക്കൊക്കെ പോകാവുന്നത്. സാധാരണ ചെറിയ വണ്ടികളിലൊക്കെ നമ്മുടെ ഇൻഡിക്കയാണെന്ന് തോന്നൂലേ ഈ വണ്ടി, ഇൻഡിക്കയുടെ പോലെ തോന്നി എനിക്ക്. ഞാൻ വണ്ടിയുടെ ഏതാണെന്ന് നോക്കിയില്ല. അപ്പം അങ്ങനത്തേനകത്ത് അവർ 4 പേരേ കയറ്റുള്ളൂ, 4 പേരെ 3 പേരെ അത്രേ കയറ്റുള്ളൂ, അധികം ആളെ കയറ്റില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് പോയി വെയിറ്റ് ചെയ്തു. ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. ഇത് നോക്ക് ചേച്ചി, എനിക്ക് വയ്യ. മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറിയ പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹമില്ലായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ നിറച്ച് കമ്മലും മാലയും അങ്ങനെയുള്ള സാധനങ്ങൾ, ഇപ്പുറത്തെ സൈഡിൽ നിറച്ച് ഡ്രസ്സ്, സൺഗ്ലാസസ് അങ്ങനെ കേട്ടോ. കുർത്തകളുണ്ടായിരുന്നു, അല്ലാതെ ടോപ്സ്, നമ്മുടെ ക്രോപ്പ് ടോപ്സ്, ഫ്രോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കമ്മലുകൾ. എന്തെടുക്കണം, എങ്ങോട്ട് നോക്കണമെന്ന് അറിയാൻ പാടില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ ഒന്നും എടുത്തില്ലേന്ന് ചോദിച്ചാൽ വില കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഭയങ്കര ചീപ്പ് റേറ്റിൽ കിട്ടുമെന്നാണ്. പക്ഷേ എത്ര റേറ്റാന്ന് പറഞ്ഞാലും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങാനായിട്ട് കൊതിയാവും കേട്ടോ. നിറയെ ഐറ്റംസ് ആണ്. അങ്ങനെ ഞങ്ങളൊന്നും വിലയൊന്നും ചോദിച്ചില്ല. ശിവാനി ഇവിടത്തുകാരിയാണല്ലോ. അപ്പം രേഷ്മ ചേച്ചിയുടെ സ്ലാങ് പോലും ഇവിടത്തുകാരുടെ സ്ലാങ് അല്ല. ചേച്ചി കണ്ണൂരിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഹിന്ദി പഠിച്ചതായതുകൊണ്ടായിരിക്കും. പക്ഷേ ശിവാനി പക്ക ഇവിടുത്തെ നാട്ടുകാരി ആയതുകൊണ്ട് തന്നെ ആളാണ് നമുക്ക് വേണ്ടി സംസാരിച്ചതും മേടിച്ചതും. ഞങ്ങളൊന്നും മിണ്ടുകയില്ല കേട്ടോ. അവിടെ ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും, ശിവാനിനെ കൊണ്ടെല്ലാം ചോദിപ്പിക്കും. അങ്ങനെയായിരുന്നേ. എന്തായാലും ഇവിടെ മാർക്കറ്റിൽ കൂടെ നടന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായതുകൊണ്ട്, നമ്മുടെ സ്റ്റുഡിയോയാണ് ഇവിടുത്തെ കൊലാബ മാർക്കറ്റിനേക്കാൾ, മറ്റു മാർക്കറ്റിൽ അടുത്ത ദിവസം കാണുള്ളൂ, കൊലാബിനേക്കാൾ എന്തുകൊണ്ടും വിലക്കുറവ് നമ്മുടെ സ്റ്റുഡിയോയിലാണ് കേട്ടോ. ഡ്രസ്സിലാണെങ്കിലും ചെരുപ്പിലാണെങ്കിലും അതുപോലെ ഈ ഓർണമെൻറ്റ്സിലാണെങ്കിലും. അവിടെ വരുന്ന കമ്മലുകളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലത്തെ മാലയൊന്നും സ്റ്റുഡിയോയിൽ വരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളവിടെ വരുന്ന ചില കമ്മലുകളൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ഭംഗിയുള്ളതൊക്കെ. അതിനൊക്കെ എന്തുകൊണ്ടും നമ്മുടെ സ്റ്റുഡിയോ ആണ് ലാഭം, ഇവിടെ അല്ല. ഇനി ഡൽഹിയിലെ മാർക്കറ്റിൽ, സരോജിനി മാർക്കറ്റിലൊക്കെ നല്ല വിലക്കുറവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയായിരിക്കും കേട്ടോ. ഇത് നമ്മൾ വന്ന് വില ചോദിച്ചത് കൊണ്ടുള്ള റേറ്റ് പറച്ചിലല്ല. കാരണം നമുക്ക് വേണ്ടി നോക്കുന്നതും സംസാരിക്കുന്നതും മേടിക്കുന്നതൊക്കെ ശിവാനിയായിരുന്നു, നാട്ടുകാർ തന്നെയാണ്. അപ്പം ശിവാനി തർക്കിക്കുമായിരുന്നു അവരോട്. പക്ഷേ ഇതൊക്കെ എല്ലാം ഇതുണ്ട്. ഈ ഡ്രസ്സിനൊക്കെ 650, 550 അങ്ങനെയൊക്കെയാണ്, 750 അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് പ്രൈസ് ഡ്രോപ്പ് വരുമ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുന്നത് 499 ആണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരു തിരിച്ചറിവ് അവിടെ വന്നപ്പോൾ, ഞാൻ ഗിങ്സ് ഒന്നും ഇടത്തില്ല, ഇങ്ങനെ തന്നെ ഉടുപ്പായിട്ടിടും. ഏതാ നല്ലത്? ബ്ലൂ കൊള്ളാം, ബ്ലാക്കും കൊള്ളാം. ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നില്ലേ, അപ്പം സംഭവിച്ചതാണിത്. അത് ഇവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്. ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് ആ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിൻ്റെ ആ ഒരു ബുള്ളറ്റ്സിൻ്റെ ഇതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അതിവരിപ്പോഴും ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. വേറെ ഗ്ലാസ് ഇട്ടു ഫ്രണ്ടിൽ, പക്ഷെ അത് അവിടെ ഇങ്ങനെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അവർ. നമ്മുടെ താജിൻ്റെ ബാക്ക് സൈഡിലല്ലേ, അത് താജിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നൊരു കഫേ. ഷോപ്പിംഗ് നീണ്ടു പോയതുകൊണ്ട് നമുക്ക് മുഴുവൻ ഇവിടെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റിയില്ല. ബാക്കി നാളെ കാണിക്കാനേ നിവർത്തിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ അടുത്ത എപ്പിസോഡ് നാളെ ഇടുമ്പോൾ എല്ലാവരും കാണണം. അതുവരേക്കും ബൈ.